വയനാട് ദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ട 3 കുടുംബങ്ങൾക്ക് 5 സെന്റ് ഭൂമി വീതം നൽകുമെന്ന് തൃശൂർ ചേലക്കര സ്വദേശി ജോസഫ്. ടാപ്പിംഗ് തൊഴിലാളിയായ ജോസഫിന് ചേരക്കരയിൽ 42 സെന്റ് ഭൂമിയേ ഉള്ളൂ. വീട് വെച്ച് കൊടുക്കുന്നതടക്കമുള്ള അനുബന്ധ കാര്യങ്ങൾ അധികാരികൾ ചെയ്യണമെന്നും മുണ്ടക്കയിലെത്തിയ ജോസഫ് 24നോട് പറഞ്ഞു. അലക്സ് റാം മുഹമ്മദ് ജോസഫുമായി സംസാരിച്ചു. മുണ്ടക്കയിലാണുള്ളത്. തൃശൂർ ചേലക്കര സ്വദേശി ജോസഫാണ് എൻ്റെ ഒപ്പം. ജോസഫ് ഒരു ടാപ്പിംഗ് തൊഴിലാളിയാണ്. ഈ ദുരന്തം അത് മാധ്യമങ്ങളിലൂടെ കണ്ട ജോസഫ് ഇവിടുത്തെ 3 കുടുംബങ്ങൾക്ക് 5 സെൻറ്റ് വീതം, ഓരോ കുടുംബത്തിനും 5 സെൻറ്റ് വീതം നൽകാനുള്ള സന്നദ്ധത അറിയിച്ച മനുഷ്യനാണ്. ഇതാ ചേലക്കരയിൽ നിന്ന് ഈ മുണ്ടക്കയിലേക്ക് എത്തിയത്, ഈ ദുരന്ത മേഖലയിലേക്ക് എത്തിയത്. ആദ്യം അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എന്താണ് അങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനം? നമ്മളുടെ ഈ ദുരന്തം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ വിഷമമാണ് തോന്നിയത്, ഭയങ്കരമായ ബുദ്ധിമുട്ട് തോന്നി. എൻ്റെ മക്കളാണെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ? അപ്പോൾ ഇതെല്ലാം എൻ്റെ മക്കൾ തന്നെ അല്ലേ, എൻ്റെ സഹോദരങ്ങളല്ലേ, എൻ്റെ കൊച്ചുമക്കളല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ദൈവം എനിക്ക് തന്നതിൻ്റെ ഒരു ചെറിയ സംഭാവന. അവർ 3 കുടുംബങ്ങൾ ഒരുമിച്ചുണ്ടെങ്കിൽ അവർ ഒന്നിച്ച് നിൽക്കുമല്ലോ, ഒരു സ്ഥലത്തുനിന്ന് പോയവർ. അങ്ങനെ അവർ ജീവിക്കട്ടെ. ചന്ദ്രനാണ് എന്നെ വിളിച്ചത് തന്നെ അങ്ങോട്ട്. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു, എങ്ങനെ സാറേ കാര്യമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊടുക്കാമല്ലോ, അതിനെന്താ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ 3 കുടുംബങ്ങൾ വരട്ടെ. ഞാൻ പറഞ്ഞു വന്നോളൂ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വീടില്ല മോനെ എന്ന് പറഞ്ഞ് ഞങ്ങളൊരു ചാള വെട്ടി കൂര വെച്ച് കെട്ടി കിടന്നോളാം. അവരുടെ വിഷമം, അവരുടെ വേദന അത് നമ്മൾ അറിയണ്ടേ. അങ്ങനെ 3 കുടുംബങ്ങൾ വന്നു. അവരെ കാണാനാണ് നമ്മുടെ ഈ ക്യാമ്പിലുള്ള മക്കളെ കാണാനും ഈ പ്രദേശം ഒന്ന് കാണാനും വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏത് സമയത്തും കൊടുക്കാൻ തയ്യാറാണ്. അതിന് ബന്ധപ്പെട്ട അധികാരികൾ ബാക്കിയുള്ള കാര്യങ്ങൾ നടത്തി ഇവർക്ക് കൊടുക്കണം. അതാണ് എൻ്റെ ആവശ്യം. ചന്ദ്രചേട്ടൻ ഈ വിവരം അറിഞ്ഞ് അദ്ദേഹത്തെ ബന്ധപ്പെടുകയായിരുന്നു. ഇത് എനിക്കൊരു സുഹൃത്തുണ്ട്, അയാൾ വഴി എനിക്കിങ്ങനെ നമ്പർ അയച്ചു തന്നു. അപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ സാറെ വിളിച്ചു. ബന്ധപ്പെട്ടപ്പോൾ എന്താ മറുപടി പറഞ്ഞത്? അപ്പോൾ സാറ് പറഞ്ഞു എപ്പോൾ വേണിച്ച് വരാം, 3 ഫാമിലിക്ക് ഞങ്ങൾ ഒറ്റപ്പെടാൻ പാടില്ല. അതായത് 3 ഫാമിലി വരിക, അത് പുതിയ ആളുകളാണല്ലോ, അപ്പോൾ ഒറ്റപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് സാറിൻ്റെത്. അപ്പോൾ 3 ഫാമിലിയെ ഞാൻ വിളിച്ചിട്ടുണ്ട്, വരാൻ താല്പര്യമുള്ളവർക്ക് വരാം. അവർ മറ്റു 2 പേരും കൂടെ കണ്ടോ അദ്ദേഹത്തെ? കണ്ടിട്ടുണ്ട്, ഒരു ഫാമിലിയെ കണ്ടിട്ടുണ്ട്. അവർ വരാൻ തയ്യാറാണ്, വേറൊരു ഫാമിലിയും കൂടി വരണം. വലിയ മനസ്സാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ജോസഫേട്ട. ഈ ദുരന്തത്തെ കണ്ട് വിറങ്ങലിച്ച് നിൽക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ ആഴം എത്രത്തോളം എന്ന് മനസ്സിലാവുകയുള്ളൂ. അവിടെ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന മനുഷ്യരെ കൈപിടിച്ച് കയറ്റാൻ ഒരുപാട് പേർ രംഗത്ത് വരുന്നു. അത് മാതൃകാപരമാണ്. മുണ്ടക്കയിൽ നിന്നും വിപിൻ വേളിക്കൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24. അമർ പറയുന്നത് ഗോഡ് ബ്ലസ് യു ജോസഫ് ചേട്ടാ എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അത് പരമമായ മനുഷ്യത്വമാണ്. അവിടെ ഉള്ളവർ, മരിച്ചവർ അല്ലെങ്കിൽ അതിജീവിച്ചവരൊക്കെ എൻ്റെ തന്നെ കൂടപ്പുറപ്പുകളാണ്, സഹോദരങ്ങളാണ് എന്നൊക്കെയുള്ള തോന്നൽ, അത് മനുഷ്യത്വമാണ്. ആ മനുഷ്യത്വമാണ് മനുഷ്യനെ കൊണ്ട് കണ്ണു നനയിപ്പിക്കുന്നത്. അങ്ങനെ ഒരുപാട് മനുഷ്യർ അങ്ങനെ ഒന്നും ഇപ്പോൾ ജോസഫ് ചേട്ടനൊക്കെ സാധാരണക്കാരാണ്. വളരെ 42 സെൻറ്റ് എന്നൊക്കെ ആ മേഖലയിൽ വലിയ ഭൂമിയൊന്നുമല്ല. അതിൻ്റെ ഒരു തുണ്ട് കൊടുക്കാം എന്ന് തീരുമാനിക്കുന്നത് വളരെ സാധാരണക്കാരായ മനുഷ്യരൊക്കെ അവരെ കൊണ്ട് കഴിയാവുന്ന പോലെ സഹായിക്കാൻ, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശാലമായ മനുഷ്യത്വത്തിൻ്റെയും മാനവിക ബോധത്തിൻ്റെയും ഒക്കെ ഉത്തമ ദൃഷ്ടാന്തമാണ് ജോസഫ് ചേട്ടനെ പോലുള്ള ഒരുപാട് പേരുകൾ അവിടെയുണ്ട്.